ഹലോ, ഇന്ന് നമുക്കൊരു കുഞ്ഞു ബെൻഡോ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നോക്കാം. ഇത് 4 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുത്ത ഒരു ചോക്ലേറ്റ് കേക്കാണ്. ബെൻഡോ കേക്ക്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പം തലേ ദിവസം തന്നെ ഫൈനൽ കോട്ടും കൂടെ കൊടുത്തിട്ട് പിറ്റേ ദിവസം എടുത്ത് ഡെക്കറേഷൻ, അതായത് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ എടുത്ത് ഡെക്കറേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നന്നായിട്ട് സെറ്റായില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പറിൽ എടുത്തിട്ട് വെക്കുന്ന സമയത്ത് കേക്കിൻ്റെ സൈഡൊക്കെ ഡാമേജായി പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് പറ്റിയതും അതാണ്. ഞാൻ ഈ കേക്ക് സെറ്റ് ആവാണ്ട് പെട്ടെന്ന് തന്നെ കേക്കെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാതെ ഞാൻ പോയി വീഡിയോ എടുത്തു. അതെൻ്റെ കയ്യിൽ നിന്ന് വീണു, മൊത്തത്തിൽ പൊളിഞ്ഞു. അതുപോലെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കേക്കാണ്. അപ്പം ചെറിയ സെലിബ്രേഷനാണ്, അവർ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറിയ കേക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആളുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ സിമ്പിൾ ഡെക്കറേഷനും കൂടെ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വൈറ്റിൽ തന്നെയാണ് ചെയ്തത്. ഗോൾഡൻ ഡസ്റ്റിനകത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോർമൽ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്ലാക്കാണ് ഉദ്ദേശിച്ചത് നെയിം എഴുതാൻ വേണ്ടിയിട്ട്, പക്ഷെ ബ്രൗൺ ആയിപ്പോയി മിക്സ് ചെയ്തപ്പം. കുഴപ്പമില്ല. പിന്നെ എനിക്ക് പാളിച്ച പറ്റിയ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ആ പൈപ്പിംഗ് ബാഗ് കഴുകിയിട്ട് തുടച്ചിരുന്നു, പക്ഷേ അറ്റത്ത് കുറച്ച് വെള്ളം ബാക്കിയായിപ്പോയി എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ക്രീമൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് ഇങ്ങോട്ടേക്ക് തള്ളിയെടുത്തപ്പോഴത്തേക്കിനും ഫസ്റ്റ് തന്നെ ആ ഒരു ഡ്രോപ്പ് വെള്ളമാണ് പുറത്തേക്ക് വന്നത്. അത് നമുക്ക് ജസ്റ്റ് ടിഷ്യൂ വെച്ചൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങ് പോരും. പിന്നെ നമ്മൾ ഈ റെഡ് കളറിൽ ഹാർട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റായി. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.